സാറേ, ഇന്ത്യയിൽ വീണ്ടും ബാബറി മസ്ജിദ് പണിയുമെന്ന് പാകിസ്ഥാൻ ഭീകര നേതാവ് തന്നെ നിലപാട് പറയുന്നുണ്ട്. അതെ, അതായത് ഫർഹത്തുള്ള ഘോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താനായിട്ട് ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കലസതയ്ക്ക് ശേഷം അവർ കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ് ഫർഹത്തുള്ള ഘോറി ഹൈദരാബാദ് കാരനാണ്. ഇപ്പോൾ ഇസ്ലാമാബാദിലാണ്. ഫർഹത്തുള്ള ഘോറി ഇസ്ലാമാബാദിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ ഈ അക്ഷർധാം ആക്രമിച്ചില്ലേ, അത് ആക്രമിച്ചത് ഈ സമീപകാലത്ത് രാമേശ്വരം കഫേ ബംഗളൂരുവിലെ അതിൻ്റെ സൂത്രധാരൻ ഒക്കെയാണ് ഈ ഫർഹത്തുള്ള ഘോറി. അപ്പോൾ ഫർഹത്തുള്ള ഘോറി എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പുതുതായി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യൻ യുവാക്കളെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പറയുന്നത് ആഹ്വാനം ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തണം, ബാബറി മസ്ജിദ് വീണ്ടും പണിയുക എന്നുള്ളതായിരിക്കണം ജിഹാദിൻ്റെ ലക്ഷ്യം. പിന്നെ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന പല ആളുകളൊക്കെ ഉണ്ടല്ലോ, വീഡിയോ അങ്ങനെയൊക്കെ മാധ്യമം, അത്തരം ആളുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, കൈകാര്യം ചെയ്യണം. അതുപോലെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലുള്ളവരെ ലക്ഷ്യം വെക്കണം, ടാർഗറ്റ് ചെയ്യണം. ഇതൊക്കെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സിഗ്നൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സഞ്ചർ ഉണ്ട്, ആപ്പ് സിഗ്നൽ. ആ സിഗ്നലിൽ ഇയാളൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ താല്പര്യമുള്ളവരുടെയൊക്കെ ഒരു ഗ്രൂപ്പ്. അതിലിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയുള്ളൂ, 63 പേര് ആ ഗ്രൂപ്പിൽ ചേർന്നതായിട്ട് കാണാം. FB, ഇൻസ്റ്റഗ്രാം, ഡെയിലി മോഷൻ, ഇൻ്റർനെറ്റ് ആർക്കൈവ്, യൂട്യൂബ്, സൗണ്ട് ക്ലൗഡ്, ഇതിലൊക്കെ ഉണ്ട് ഇയാളുടെ ഇപ്പോഴത്തെ ഈ പുതിയ സംഘടന. ഒരു ബ്ലോഗും തുടങ്ങിയിട്ടുണ്ട് ഇയാൾ. ഡിസംബർ 3 ആണ് തുടങ്ങിയത്, കഴിഞ്ഞ കൊല്ലം ഡിസംബർ 3 എന്ന് പറഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ പുതിയ വെബ്സൈറ്റ് തുടങ്ങിയത്. അതിൽ വോയിസ് ഓഫ് ഘോറി എന്ന് പറഞ്ഞ വീഡിയോസ് ചേർക്കുന്നുണ്ട്. 19 വീഡിയോകൾ ഇതുവരെ വന്നിട്ടുണ്ട് ഇന്ത്യക്കെതിരെ. അതിൻ്റെ ലാൻഡിംഗ് പേജ് ഉണ്ടല്ലോ വെബ്സൈറ്റിൻ്റെ, വെബ്സൈറ്റ് തുറക്കുമ്പോൾ കാണുന്ന പേജിൽ അതിൽ എഴുതിയിട്ടുണ്ട് ലെറ്റസ് പ്ലഡ്ജ് ടു റീബിൽഡ് ബാബറി മസ്ജിദ് എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം എന്നാണ് ലാൻഡിംഗ് പേജിൽ. ഇതാണ് ലക്ഷ്യം. ഇത് പറഞ്ഞാലേ ആളുകളെ കയ്യിലെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ജിഹാദും പ്രതിരോധവുമാണ് നമ്മുടെ വഴി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം യുവാക്കൾക്ക്. ഈ സിഗ്നൽ മെസ്സഞ്ചറിലെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് സൗത്ത് അൽ ഹക്ക് എന്നാണ്. അതിൽ ചേരാനാണ് ഈ വെബ്സൈറ്റിലോ ആഹ്വാനം. സൗത്ത് അൽ ഹക്ക് എന്ന് പറഞ്ഞ സിഗ്നൽ പ്ലാറ്റ്ഫോം, ആ ഗ്രൂപ്പിൽ ചേരുക എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ 63 അംഗങ്ങൾ വന്നിരിക്കുന്നത്, ഈ സൗത്ത് അൽ ഹക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാബറി മസ്ജിദിൻ്റെ വാർഷികം അടുത്ത കാലത്ത് നടന്നല്ലോ, ഡിസംബർ 6. അന്ന് ചെയ്ത വീഡിയോയിൽ ഇയാൾ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം യുവാക്കളോട്, ദേശാഭിമാനം നിങ്ങൾ വെടിയുക, ജിഹാദ് മാത്രം ലക്ഷ്യമാക്കുക, ഇസ്ലാമിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുക. ഒരു ദിവസം പടച്ചോൻ്റെ കൃപയാൽ രാമക്ഷേത്രം അയോധ്യയിൽ തവിടുപൊടിയാകും. ഖുറാനിൽ നിന്ന് നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ഹീനമായ അക്രമങ്ങൾ നടത്തുക. ഉള്ളടക്കങ്ങൾ എഴുതിയത് കൊണ്ട്, അതായത് ഈ വെബ്സൈറ്റിലൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ലേഖനമൊക്കെ എഴുതിയത് കൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. അക്രമങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കും. ഇതാണ് ഇയാൾ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ഒരു തന്നെയാണ് വേറൊരു വീഡിയോയിൽ 2021 മാർച്ചിൽ രാമേശ്വരം കഫേയിൽ ബോംബ് വെച്ചവന് പ്രശംസിക്കുന്നുണ്ട് ഇയാൾ. ആ ഒറ്റയ്ക്കാണ് ആ സുഹൃത്ത്, ഇസ്ലാമിൻ്റെ സുഹൃത്ത് ബോംബ് വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആണ് അയാൾ ചെയ്തത്. 1.5 മാസത്തോളം അതിനു വേണ്ടി പ്രയത്നിച്ചു. അതൊക്കെ വകവെക്കണം.
മറ്റേ വീരശൃംഖലയൊക്കെ കൊടുക്കണ്ടേ? അനുഭവമുള്ള ജിഹാദികളുടെ അഭാവം നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള കുറെ കൂടെ പേര് എക്സ്പീരിയൻസ് വേണം. കാരണം മറ്റേത് ഈ IS-ലൊക്കെ ചേർന്നവരെയൊക്കെ വെടിവെച്ചും ബോംബിട്ടും ഒക്കെ കൊന്നു കളഞ്ഞല്ലോ. ആളില്ല. അതിനിപ്പോൾ ബാക്കി എല്ലാവരും മറ്റേ ഹൂറിമാരെയൊക്കെ അന്വേഷിച്ച് നേരത്തെ സ്വർഗം പോയി, കാലപുരി പോയി. അതുകൊണ്ട് മോദി വന്ന ശേഷം നമുക്ക് അക്രമങ്ങൾ നടത്താൻ പറ്റുന്നില്ല. ഒരു സങ്കടമുണ്ട്. അനുഭവമുള്ള ജിഹാദികളില്ല. വേറൊരു വീഡിയോയിൽ പറയുന്നു, ഹയത്ത് തഹ്രീർ അൽ ഷാം, അതിൽ നിന്ന് നിങ്ങൾ പ്രചോദനം ഉൾക്കൊള്ളുക. HTS എന്ന് പറഞ്ഞ ഭീകര സംഘടനയിൽ നിന്ന്. അതെ, അവിടെ നിന്ന് സിറിയയിലെ ഭീകര സംഘടന ഇപ്പൊ അധികാരത്തിൽ വന്നല്ലോ. അത് പ്രചോദനമായിട്ട് അങ്ങനെ നമ്മളുടെ ഒരു സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് അധികാരത്തിലും വരാം. കാരണം അതിന്റെ നേതാവ് നേരത്തെ ബാഗ്ദാദിയുടെ കൂടെ IS-ല് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. വലങ്കയായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ ഗുലാനി. അപ്പോൾ പ്രചോദനം ഉൾക്കൊള്ളുക. അപ്പോൾ ഒരു പുതിയ പ്രചോദന കേന്ദ്രം വന്നു. മുമ്പൊക്കെ സിറിയയിൽ പോയാൽ വെടിയേറ്റ് കൊല്ലുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം 19 വീഡിയോ ഇയാൾ ചെയ്തു. ഡിസംബർ 3 തുടങ്ങിയിട്ട് 19 വലിയ മോശമല്ല, ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. അതെ. എന്നിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതുണ്ട്. മറ്റേ സുനിജി, എനിക്ക് അവിടെയാണ് അത്ഭുതം. നമ്മൾ ഈ സുക്കർബർഗിനെ പറ്റി ഇന്ത്യയിൽ മോദി തോറ്റു എന്നൊക്കെ പറയുന്ന ഈ മണ്ടൻ, അയാളുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇന്ത്യയിൽ ബാബറി മസ്ജിദ് പണിയും നമ്മൾ ജിഹാദ് നടത്തണം എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എന്ത് പ്ലാറ്റ്ഫോമുകളാണിത്? അപ്പൊ ന്യൂനപക്ഷങ്ങൾ എന്ത് താല്പര്യത്തോടെ എന്ത് കാണിച്ചാലും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ സപ്പോർട്ട് ചെയ്യണം. അതാണ് ഫേസ്ബുക്കിനൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഇനി അവര് മറ്റേ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ തെറ്റാണോ ശരിയാണോ എന്നുള്ള വെരിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കും എങ്ങനെയും മേയാം എന്നുള്ള രീതിയിലാണ് ആ പ്ലാറ്റ്ഫോം. അപ്പൊ പരസ്യം കൊടുക്കുന്നതിന് കൂടുതൽ മുൻഗണന കൊടുത്തിട്ട് ഉള്ള സപ്പോർട്ട് അല്ലേ? ഇതൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇയാള് നമ്മുടെ ഫർഹത്തുള്ള ഗോറി, ഈ ഭീകരൻ അബൂ സുഫിയാൻ എന്നുള്ള പേരിലാണ് വളരെ അറിയപ്പെടുന്നത്. അബൂ സുഫിയാൻ, സർദാർ സാഹബ് എന്ന് പറയാറുണ്ട്, ഫറൂ എന്നൊക്കെ പേരുണ്ട് ഇയാൾക്ക്. കാരണം ഇയാൾ നേരിട്ടല്ല പല ആളുകളുമായിട്ട് ഇടപെടുക. ഒരു ഏജന്റ് ഉണ്ടാവും, ആ ഏജന്റാണ്. അതായത് ഇപ്പോൾ മറ്റേ രാമേശ്വരം കഫേയിൽ ബോംബ് വെച്ചയാള് നേരിട്ട് ഈ ഗോറി അറിയില്ല, ഏജന്റിനെയൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. ഈ 2022 അക്ഷർധാം ആക്രമണത്തിൽ 30 പേര് കൊല്ലപ്പെടുകയും 80 പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിരുന്നു. അത് ഇയാളാണ് ചെയ്തത്. 2005 ഹൈദരാബാദിൽ ഈ ഭീകരർക്കെതിരായ ടാസ്ക് ഫോഴ്സിൻ്റെ ഓഫീസ് ആക്രമിച്ചു. അതിൻ്റെയും ആസൂത്രകൻ ഇയാളാണ്. ISI ഏജന്റ് എന്നുള്ള നിലയ്ക്കാണ് ഈ പണിയൊക്കെ ഇയാൾ എടുത്തുകൊണ്ടിരുന്നത്. ഈ ഡൽഹിയിൽ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ISI ബന്ധമുള്ള റിസ്വാൻ എന്ന് പറഞ്ഞ ആൾ ഇയാളുടെ ഒരു കോണ്ടാക്റ്റ് ആണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2020 ഒക്ടോബറിൽ ഇയാൾക്കെതിരെ UAPA ഒക്കെ ചുമത്തി ഇയാളെ ഭീകരനായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഈ ഫർഹത്തുള്ള ഗോറിയെ. ഇയാളുടെ ഒരു ഒറ്റ ചിത്രം മാത്രമായിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഇപ്പോഴാണ് പിന്നെയും ചിലതൊക്കെ വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാൻ്റെ വലയത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അയൽവക്കത്ത് ഈ ഭീകരമായിട്ട് തന്നെ വളരുന്നു, ഹീനമായിട്ട് ഭീകരത വളരുന്നു അയൽവക്കത്ത്. പാകിസ്ഥാൻ ഈ IMF-ൽ നിന്ന് കാശ് മേടിച്ച് കഴുതകളെയൊക്കെ കയറ്റി അയച്ച് പിച്ചക്കാരെയൊക്കെ ഹജ്ജിന് അയച്ച് ഇല്ലേ, നാണം കെട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കും ഭീകരത കയറ്റി അയക്കുന്ന പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല. ആ പണം കിട്ടിയില്ലെങ്കിൽ പോലും ഉള്ള പണം കൊണ്ട് ഈ ഭീകരതയ്ക്ക് അല്ലെങ്കിൽ ആയുധത്തിന് ഒക്കെ എന്നുള്ള രീതിയിലാണ് IMF-ൽ നിന്ന് വായ്പ മേടിച്ചിട്ട് ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.